right now. A pentagonal pyramid, base 25 mm, side, a pentagonal pyramid, base 25 mm side, and axis 50 mm long, base 25 mm side, and axis 50 mm long, 50, has one of its triangular faces in the VP. Then it's later. A pentagonal pyramid, base 25 mm side and axis 50 mm long, has one of its triangular faces in the VP, and the edge of the base contained by that face makes an angle of 30 degree with the HP. Edge of the base contained by that face makes an angle of 30 degree, 30 degree with the HP. Draw its projections. A pentagonal pyramid, base 25 mm side and axis 50 mm long, has one of its triangular faces in the VP, and the edge of the base contained by that face, contained by that face, makes an angle of 30 degree with the HP. Draw its projections. Question what will be the position of the object? Position it is a pentagonal pyramid, but how it is resting? And what will be the simple position? Can you identify the simple position? Simple position പറയാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഓൾറെഡി നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തില്ലേ? എങ്ങനെയാണ് സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുക? How to identify the simple position? How to start drawing? ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതല്ല. So what will be the simple position? ആക്സിസിന്റെ ഇൻക്ലിനേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആക്സിന്റെ ഇൻക്ലിനേഷൻ മെൻഷൻ ചെയ്തില്ല. But you know that the object is resting on VP. Okay, resting on VP. So resting on VP ആണെങ്കിൽ what will be a simple position? Resting on HP, resting on ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് ആക്സിസ് ഇൻക്ലൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ മേക്ക് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ. അതാണ് സിമ്പിൾ പൊസിഷൻ വരിക. സോ ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത്, ഈ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ വരുന്നത് ദാറ്റ് വിൽ ബി ദ സിമ്പിൾ പൊസിഷൻ. ആൻഡ് ഇപ്പോൾ വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് ചെയ്താൽ ദാറ്റ് വിൽ ബി ദ സിമ്പിൾ പൊസിഷൻ. കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? റെസ്റ്റിംഗ് ഓൺ വി പി ആണല്ലോ. സോ case will be perpendicular to VP. Axis will be perpendicular to VP. That will be the simple position. Okay. ശരിക്കും മനസ്സിലാക്കുക, റെസ്റ്റിംഗ് ഓൺ വി പി ആണെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കും സിമ്പിൾ പൊസിഷൻ. 95% കേസിലും അങ്ങനെ ഇരിക്കുന്നുണ്ടോ. റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിരിക്കും സിമ്പിൾ പൊസിഷൻ. ഓക്കെ, സോ നൗ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ആണ്. റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസസ്.
റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് ആണ്. സോ നമുക്ക് ഇത് എന്റെ കയ്യിലുള്ള ബോർഡ് കാണാൻ വിചാരിക്കാം. So assume that this is the VP. Okay, it is resting on one of its triangular faces on the VP like this. Okay, ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ചെയ്തില്ലേ? ഇത് കേസ് റെസ്റ്റിംഗ് സ്ക്വയർ പിരമിഡ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസസ് ഓൺ ദ VP ചെയ്തിട്ടില്ലേ? ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ ദാറ്റ് കേസ് ദ ആക്സിസ് വാസ് പാരലൽ ടു HP അല്ലേ? അതായത് ഈ പൊസിഷനിലാണ് പറഞ്ഞത് ആക്സിസ് പാരലൽ ടു HP എന്നുള്ള പൊസിഷൻ. ഈ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്സ് ഉള്ളത്? ആക്സ് എന്ന് പറയുന്നത് ബേസിന്റെ സെന്റർ നിന്ന് അപ്പെക്സിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിന്റെ സെന്റർ എവിടെയാണുള്ളത്? ആൻഡ് അപ്പെക്സ് ഇസ് ഓൺ ദ VP. VP-യിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. നൗ ദിസ് ആക്സിസ് വിൽ ബി ഇൻക്ലൈൻ ടു VP. സോ സിമ്പിൾ പൊസിഷൻ വിൽ ബി ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP. സോ ആക്സിസ് ഇൻക്ലൈൻ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞു, if it is resting on triangular face from VP, that means axis inclined to VP. So you have to make it perpendicular to VP. Okay. So resting on HP അല്ലെങ്കിൽ resting on VP എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതുപോലെ ഇതായിരുന്നു നമുക്ക് നേരത്തെ പറഞ്ഞ കേസ് അല്ലെ, ആക്സിസ് പാരലൽ ടു HP ഉള്ളത്. ബട്ട് നമ്മുടെ ക്വസ്റ്റിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? edge of the base contained by that face. Okay, edge of the base contained by that face makes an angle of 30 degree with the HP. edge of the base contained by that face കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത് ഏത് ഫേസിലാണോ റെസ്റ്റ് ചെയ്യുന്നത്, ഏത് ഫേസിലാണ്? ഈ ഒരു ട്രയാങ്കുലർ ഫേസ് റെസ്റ്റ് അല്ലെ, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ്. ഓക്കെ, the base edge contained by that triangular face ഏതാണത്? base edge contained by that triangular face. There are 5 base edges. ഈ 5 base edgesൽ ഈ ട്രയാങ്കുലർ ഫേസ് റെസ്റ്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് വരുന്ന എഡ്ജ് ഇതല്ലേ? ദിസ് ഇസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പം ഈ ട്രയാങ്കുലർ ഫേസിൽ വരുന്ന ബേസ് എഡ്ജ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൈൻ ടു HP. ഓക്കെ, at this position you can see that this is perpendicular to HP. Okay, this will be perpendicular to HP. നേരെ vertical ആയിട്ട് ഉണ്ടാവും. But you have to make it 30 degree inclined to the HP. 30 degree inclined to HP ഇതിനെ കൺവേർട്ട് ചെയ്യണം. So that will be the final position. അപ്പോൾ അങ്ങനെ വരും അത് ഇതിനകത്ത് ഇതുപോലെ 30 degree inclined ആയി നോക്കാം. അപ്പൊ ഈ എഡ്ജ് ഉണ്ടാവും, ഈ എഡ്ജ് HP ആയിട്ട് ഇൻക്ലൈൻഡ് ആയി. നേരത്തെ പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇൻക്ലൈൻഡ് ആയി. ഇതിപ്പോ ഇങ്ങനെ വന്നാല് അപ്പെക്സ് ഇസ് പോയിന്റിംഗ് ഡൗൺവേർഡ്സ് അല്ലെ, അപ്പെക്സ് താഴേക്ക് ഡൗൺവേർഡ്സിലേക്ക് പോയിന്റ് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് HP ഈ ഒരു ലെവലിലുള്ളെങ്കിൽ HP-ക്ക് നിയർബായിട്ട് അപ്പെക്സ് വരുന്ന പൊസിഷൻ ആണ്. HP-ക്ക് ഹെവി ആയിട്ട് അപ്പെക്സ് വരുന്ന പൊസിഷൻ ഉണ്ട്. അതപ്പോ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നൗ ഓൾസോ ദിസ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ ടു HP അല്ലെ. ഇപ്പോഴും ഈ ബേസ് എഡ്ജ് HP ആയിട്ട്, ഇവിടെ HP ഉണ്ടെങ്കിൽ HP ആയിട്ട് ഇൻക്ലൈൻഡ് ആണ്. സോ ഇങ്ങനെയും ആവാം. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് അപ്പെക്സിന്റെ കണ്ടീഷൻ പോകണമെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ 2 കേസിലും പോസിബിലിറ്റി ഉണ്ട്, രണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് അപ്പെക്സ് പോയിന്റിംഗ് അവേ ഫ്രം HP. ഓക്കെ, അപ്പെക്സ് അവേ ഫ്രം HP എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വരിക. ഓക്കെ, സോ എനിവേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് ഇറ്റ് പെർപെൻഡിക്കുലർ ടു ദ VP, ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ VP, ആൻഡ് axis perpendicular to VP and one axis perpendicular to VP ആയിട്ടാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്പെക്സ് സ്റ്റാർട്ട് ചെയ്യും? ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണോ? ഏത് വ്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയണം കേട്ടോ. If the axis perpendicular to VP in a simple question, how will you start drawing? ഏത് വ്യൂ ആണ് നിങ്ങൾ ആദ്യം വെക്കുക? ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ്? ടോപ്പിൽ നിന്നാണ് പറയുന്നത്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആകുമ്പോൾ എൻ ഫേസ് കാണുന്ന വ്യൂ ടോപ്പ് വ്യൂ ആണോ? This is axis perpendicular to VP അല്ലെ, ഇതല്ലേ പെർപെൻഡിക്കുലർ VP ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ കാണോ ഇതിന്റെ
ഷേപ്പ് പെന്റഗൺ എന്ന് കാണാം. ടോപ്പ് വ്യൂ എന്നല്ലേ യൂസ് ചെയ്യുന്നത്, ഇങ്ങനല്ലേ യൂസ് ചെയ്യാം. ആക്സിസ് പെർപെൻഡിക്കുലർ VP എന്ന് പറയുമ്പോൾ ഇതല്ലേ പൊസിഷൻ, ആക്സിസ് പെർപെൻഡിക്കുലർ VP. ഇൻ ദിസ് പൊസിഷൻ ഫ്രണ്ട് വ്യൂ അല്ലേ നിങ്ങൾക്ക് ഇതിന്റെ പേസ്റ്റ് ഷേപ്പ് കാണുന്നത് അല്ലേ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫ്രണ്ട് വ്യൂ. ഇതെന്താ മനസ്സിലാവാത്തത്? ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ഇതുപോലെയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂലാണ് ഫേസ് കാണും. ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പ്. ഇതിൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ലല്ലോ. ആക്സിസ് പെർപെൻഡിക്കുലർ ഇത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലാണ് ഇതിന്റെ ബേസ് ഷേപ്പ് കാണും പെന്റഗൺ ആയിട്ട്. ടോപ്പ് എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ബൗണ്ടറി ട്രയാങ്കിൾ ഷേപ്പിൽ മാത്രമേ ഇത് കാണാൻ പറ്റും. ഇത് പെന്റഗൺ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെർപെൻഡിക്കുലർ HP ആണെങ്കിൽ ടോപ്പിൽ നമുക്ക് ബേസ് ഷേപ്പ് കാണാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെ വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണോ അതോ കോർണർ വരണോ? റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണോ കോർണർ വരണോ? കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റിംഗ് ഓൺ കോർണർ കണ്ടീഷൻ വരുമ്പോൾ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരണം. റെസ്റ്റിംഗ് ഓൺ എഡ്ജ് കണ്ടീഷൻ ആണെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണം. ഇപ്പൊ നമുക്ക് റെസ്റ്റിംഗ് ഓൺ എഡ്ജോ കോർണറോ അല്ല, ബട്ട് റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് ആണ്. അങ്ങനെയുള്ള കേസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ്, റെസ്റ്റിംഗ് ഓൺ സ്ലാന്റ് എഡ്ജ്, രണ്ട് കേസ്. റെസ്റ്റിംഗ് ഓൺ സ്ലാന്റ് എഡ്ജ് എന്നുള്ള ഒരു കേസുണ്ട്, റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് എന്നുള്ള ഒരു കേസുണ്ട്. ആ രണ്ട് കേസിൽ എങ്ങനെയാ വേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞല്ലേ. തെറ്റാണ് നേഹ. റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ്, ദിസ് ഈസ് ദ ട്രയാങ്കുലർ ഫേസ് അല്ലേ. ഇപ്പൊ റൈറ്റ് എക്സ്ട്രീമിൽ ഞാൻ ഇപ്പൊ എഡ്ജ് വരുന്ന ഫ്രണ്ട് വ്യൂ വരക്കുന്നെങ്കിൽ ഇത് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് നൗ ഇറ്റ് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ ട്രയാങ്കുലർ ഫേസ്. സപ്പോസ് യു ആർ പ്ലേസിംഗ് ദ കോർണർ ഓൺ ദ എക്സ്ട്രീം പൊസിഷൻ. കോർണർ ഓൺ ദ എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ നൗ വേർ വിൽ ബി റെസ്റ്റിംഗ്. എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? if you are placing the corner at the extreme position like this, and if you are tilting completely, then where will be this object resting on the VP? എവിടെയാണ് കാണുന്നില്ലേ? കാണുന്നില്ലേ? ഫേസിലാണോ വരുന്നത്? ഒരു ഫേസിലാണോ റെസ്റ്റ് ചെയ്യുന്നത്? ഫേസിലാണോ റെസ്റ്റ് ചെയ്യുന്നത്? കാണുന്നില്ലേ? സ്ലാൻഡ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സ്ലാൻഡ് എഡ്ജ് ഓർ ലോങ്ങർ എഡ്ജിലല്ലേ ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ, നമുക്ക് ഓർമ്മയില്ല? പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ഓക്കെ, റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ സ്ലാൻഡ് എഡ്ജ്. ഓക്കെ, ആൻഡ് ഇഫ് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് ആണുള്ളതെങ്കിൽ ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ടിൽറ്റിംഗ് ദ ഒബ്ജക്ട്, നൗ ദിസ് വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ ട്രയാങ്കുലർ ഫേസ്. യു ക്യാൻ സീ ദാറ്റ് അല്ലെ. ഇവിടെ ആ എഡ്ജും അത് കംപ്ലീറ്റ് ആയിട്ട് ആ ട്രയാങ്കുലർ ഫേസും VP വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ റെസ്റ്റിംഗ് ഓൺ ട്രയാങ്കുലർ ഫേസ് എന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എഡ്ജ് ഓൺ ദ എക്സ്ട്രീം പൊസിഷൻ. റെസ്റ്റിംഗ് ഓൺ സ്ലാൻഡ് എഡ്ജ് ആണെങ്കിൽ you can place the extreme, you can place the corner at the extreme position. അങ്ങനെയാണെങ്കിൽ ഇവിടെ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്നത് സ്റ്റാർട്ട്. സോ ശ്രദ്ധ കുറവാണല്ലേ? എന്താണ് വരയ്ക്കുന്നത് ഈ പറഞ്ഞല്ലോ, അത് പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് കേട്ടോ. എന്നെ എങ്ങനെ വരയ്ക്കേണ്ടത്?
എഡ്ജിന് ആംഗിൾ വരിക എത്രയാണ് ആംഗിൾ വരിക ടു എഡ്ജസിന് ഇടയ്ക്കുള്ള ആംഗിൾ ഒക്കെ വരിക പ്ലീസ് എത്രയാണ് എഡ്ജിന് ഇടയ്ക്കുള്ള ആംഗിൾ വരിക ഓക്കെ കണ്ടുപിടിക്കും കേട്ടോ ഇത് ഓൾറെഡി പറഞ്ഞല്ലോ എങ്ങനെയാണ് വരികയാണല്ലോ യെസ് 108 നിഖിൽ ദാസ് കറക്റ്റ് 108 കേട്ടോ 108 ഡിഗ്രിയാണ് നമുക്ക് എഡ്ജിനുള്ള ആംഗിൾ വരിക ഫൈൻഡ് സെന്റർ എങ്ങനെയാണ് സെന്റർ കാണാം പെൻഡന്റ് കേസിൽ from a corner draw a line to the opposite middle point of the opposite direction and ഈ corner opposite direction middle point draw a line like this similarly വേറെ ലൈൻ വരും വേറൊരു കോർണർ അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റ് അത് ജോയിൻ ചെയ്യുന്ന അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സെന്റർ പോയിന്റ് ഓക്കെ ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ അത് കാണുമ്പോൾ വരുന്ന ലൈനായിട്ട് വരിക now from this point you have to draw thick lines towards each corner. These lines represent the slant edges. So in this front view ഓരോ അപെക്സിന് ഓരോ കോണിലേക്ക് പോകുന്ന സ്ലാന്റ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും ഓക്കെ സോ യു ഹാവ് ടു മാർക്ക് ഇറ്റ് അതർവൈസ് എന്തായിരിക്കും അത് ഒബ്ജക്റ്റ് എന്തായിരിക്കും ഈ എഡ്ജസ് വരച്ചില്ലെങ്കിൽ ഈ കാണുന്ന ഒബ്ജക്ട് ജസ്റ്റ് പെൻഡഗണിന്റെ കോർണേഴ്സ് സെന്ററിലേക്ക് ലൈൻസ് വരച്ചിട്ടായിരിക്കും വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് എന്തായിരിക്കും അത് എന്തിനാണ് ടോപ്പ് വ്യൂ ആയിരിക്കും എന്തിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും അത് ദാറ്റ് വിൽ ബി ഫ്രണ്ട് വ്യൂ ഓഫ് എ പെന്റഗണൽ പ്രിസം ഓക്കെ പ്രിസത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ എഡ്ജസ് വരയ്ക്കും സോ ഈ ലൈൻസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ ഓഫ് എ പെന്റഗണൽ പ്രിസം ആണ് അതിലൊക്കെ മാർക്ക് പോകും കേട്ടോ അതുകൊണ്ട് from the center project a line axis വരയ്ക്കുന്നതിന് വേണ്ടിയാണ് project a line okay. and the length of axis is given as 50 mm 50 mm length axis വരയ്ക്കാം from the left extreme and from the right extreme for lines project explain now this forms the base okay നമ്മൾ യൂഷ്വലി നമ്മളിത് റെസ്റ്റിംഗ് ഓൺ VP ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ബേസ്ഡ് ഓൺ VP ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബേസ് VP-യിൽ റെസ്റ്റ് ആണെങ്കിൽ ഇൻ ദ ടോപ്പ് വ്യൂ ദാറ്റ് ബേസ് ഷുഡ് ബി ഓൺ ദ എക്സ് പ്ലെയിൻ അതുകൊണ്ടാണ് ഇവിടെ this will be the top view that corner project ചെയ്യാം corner നേരെ താഴെ project ചെയ്യാം so ഈ കാലത്തോട്ട് നേരെ ഡയറക്റ്റ് വിൻഡോ ആയിട്ടാണ് പോകുന്നത് സെയിം ലൈൻസ് തന്നെ വരും okay now points A B C E and E are the base corners and apex is O dash and base center H so ഈ പൊസിഷനിൽ അപെക്സ് O നമുക്ക് ഫ്രണ്ടിൽ വിസിബിൾ ആയിരിക്കും ബേസ് സെന്റർ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല ഓക്കെ സോ ബേസ് സെന്റർ ബ്രാക്കറ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ടിൽ ടോപ്പിൽ വിസിബിൾ ആകുന്ന കോർണർ ഏതൊക്കെയായിരിക്കും ടോപ്പിൽ വിസിബിൾ ആകുന്ന കോർണർ ഏതൊക്കെയായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് ലൈൻ ഹെവി ആയിട്ട് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് വരെയുള്ള പോയിന്റ്സ് വിസിബിൾ ആയിരിക്കും എക്സ് ലൈൻ ഹെവി ആയിരിക്കും ഓക്കെ ടോപ്പ് നമ്മള് ഫ്രണ്ട് വ്യൂല് വിസിബിൾ ആകുന്ന പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ടോപ്പ് വിസിബിൾ ആകുന്നത് അപ്പൊ ഈ ലെഫ്റ്റ് റീജിയൻ എന്താണ് എക്സ് ആയിരുന്നു ഹെവി ആയിട്ടുള്ള പോയിന്റ്സ് ചെയ്യാം A B and C okay all these points will be visible at the top okay ഈ ലെഫ്റ്റ് റീജിയൻ ഒബ്സർവ് അടുത്തുള്ള പോയിന്റ്സ് ആണ് അത് വിസിബിൾ ആയിരിക്കും സോ A B and C visible corners ആണ് and apex O is also visible and C directly below it and equal so direct mark on the bracket of C is not visible അതുപോലെ E is not visible so B ന്റെ bracket ആയിട്ട് E വരും
base center H. Okay, so this is the simple question, and now you have to convert it into second question. Okay, second question means resting on triangular face എന്നുള്ള കണ്ടീഷനാണ് ആക്കേണ്ടത്. ഇവിടെ രണ്ട് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, രണ്ട് ഇൻക്ലിനേഷൻ അല്ല, ഒരു ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ആ ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ എപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം കണ്ടാൽ മതി, അവസാനം ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മുടെ ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ വി പി ആണെന്ന് മനസ്സിലായി. നൗ ദിസ് ട്രയാങ്കുലർ ഫേസ് ഈസ് ഓൺ വി പി. ഓക്കെ, അറ്റ് ദിസ് പോർഷൻ ആക്സ് ഈസ് ഇൻക്ലൈൻ ടു ദ വി പി. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് പോർഷൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആക്സിസ് ഇൻക്ലൈൻ ടു വി പി ആണെന്ന് അറിയാം, ക്വസ്റ്റ്യനിൽ ആംഗിൾ തന്നില്ലെങ്കിൽ ദിസ് ആക്സിസ് ഇൻക്ലൈൻ ടു വി പി നമുക്കറിയാം. സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടിൽറ്റിംഗ് ആണ്, ഈ പോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏറ്റവും ഫൈനൽ ആയിട്ട് മാത്രം റെസ്റ്റിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ നോക്കിയാൽ മതി. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. സോ യു ഹാവ് ടു മേക്ക് ദ ട്രയാങ്കുലർ ഫേസ് ഓൺ വി പി. ഏത് ട്രയാങ്കുലർ ഫേസിലായിരിക്കും റെസ്റ്റ് ചെയ്യണ്ടോ? ഓൺ വിച്ച് ട്രയാങ്കുലർ ഫേസ്? Can you name the triangular face on which it will be resting on the VP? ഏത് ട്രയാങ്കുലർ ഫേസിലായിട്ടായിരിക്കും ഇത് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും? നമ്മൾ കേൾക്കുകയാണ് സാധനം. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മളിപ്പോ റൈറ്റ് എക്സിൽ വരുന്ന ഈ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും വി പി. റൈറ്റ് എക്സിൽ വരുന്ന സി ഡി ആണ്. അപ്പൊ ആ സി ഡി കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് സി ഡി ഒ. ഓക്കെ, സി ഡി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കുലർ ഫേസ് ഏത് വ്യൂലാണ് വി പിയിൽ വരുന്നത്? ഏത് വ്യൂലാണ് എക്സ് ലൈനിൽ വരിക? ആ ട്രയാങ്കുലർ ഫേസ് വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ടോപ്പ് വ്യൂവിലാണ് നമുക്ക് ആ ട്രയാങ്കുലർ ഫേസ് വി പിയിലായിട്ട് കാണാം അല്ലെ. ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ ആ പോയിന്റ് ടോപ്പ് വ്യൂ അല്ലെ എക്സ് ലൈനിൽ വരിക അല്ലെ. ഒരു പോയിന്റ് വി പിയിലുള്ളതെങ്കിൽ, ഒരു പോയിന്റ് വി പിയിലുള്ളതെങ്കിൽ ആ പോയിന്റ് ടോപ്പ് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് എക്സ് ലൈനിൽ വരും. അതുപോലെ ഒരു ട്രയാങ്കുലർ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വി പിയിലുള്ളതെങ്കിൽ ടോപ്പ് എന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആ ട്രയാങ്കുലർ ഫേസ് എക്സ് ലൈനിലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ടോപ്പ് വ്യൂവിൽ. സോ ദിസ് ട്രയാങ്കുലർ ഫേസ് ഒ ഡി സി ടോപ്പ് കാണുന്നുണ്ടല്ലോ, ദിസ് ഇസ് ഒ ഡി സി, ഒ സി ഡി സിംഗിൾ ലൈനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ആക്ച്വലി ദിസ് ലൈൻ റെപ്രസെന്റ്സ് എ ട്രയാങ്കുലർ ഫേസ്. ഇവിടെ ഒരു പോയിന്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ, സിന്റെ ബാക്കിൽ പോയിന്റ് ഡി കാണുന്നുണ്ടല്ലോ. സോ ആക്ച്വലി അവിടെ 3 പോയിന്റ്സ് ഉണ്ട്. സോ ദിസ് ഫോംസ് എ ട്രയാങ്കുലർ ഫേസ്. സോ ഈ ട്രയാങ്കുലർ ഫേസ് നെക്സ്റ്റ് പൊസിഷനിൽ അത് എക്സ് ലൈനായിട്ട് മാറ്റി വരയ്ക്കണം. എന്തുകൊണ്ട്? ആ ഫേസ് റെസ്റ്റിംഗ് ഓൺ വി പി ആയതുകൊണ്ട്. ഓക്കെ, സോ വി പി ആയതുകൊണ്ട് നമ്മൾ അതിനെ ട്രയാങ്കുലർ ഫേസിലേക്ക് മാറ്റി വരണം. സോ ദിസ് ലൈൻ you need to measure this line. Okay, ഈ ലെങ്തും സെയിം ആയിരിക്കില്ല. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിലെ ഈ ലെങ്തും സെയിം ആയിരിക്കില്ല. സോ measure carefully this length and mark it on the XY line. Okay, so this length we measure here. Now mark this length along the XY line. ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. This point is C1 എന്ന് മാർക്ക് ചെയ്യാം and D1. C1 and D1. Next O. This is O1. Okay. Now third point. ഇത് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപെക്സ് O1 A-ലേക്ക് ഡിസ്റ്റൻസ് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യും, ഒരു ആർക്ക് വരയ്ക്കാം. Similarly, from C to A distance measure ഇവിടെ നിന്ന് ആർക്ക് വരയ്ക്കാം. Then ഇവിടെ ഒരു പോയിന്റ് A കിട്ടും. ഈ പോയിന്റ് കറക്റ്റ് ആക്സിസ് അല്ലെങ്കിൽ ഇതിൽ കോർണർ മെസ്സേജ് പോയിന്റ് ബി മാർക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് മാർക്ക് B1 and E1. B1 so E1 കൂടെ മാർക്ക് ചെയ്യും.
Now, from all these points, only transfer idea. First, front with the right side idea. Here, point and right extreme extreme. The point O ഇവിടെ O എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റാണ് വരുന്നത്. സോ അത് ഞാൻ കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. Points starting O1 started mark here, O1 dash, then next point A mark A1 and A dash. Here combination, so mark A1 dash, then B and B dash, B1 and B dash, B1 dash, C1 and C dash, B1 dash, then D1 and D dash, E1 dash. Next step E and E1 and E dash, E doesn't mark you, E1 dash. So corners now you can join all the extreme points to form the boundary. Now this will be the boundary. Okay. So boundary completed. Next we have to check the visibility of the base. Okay, visibility of the base. Always resting on triangular face this base will be first tilted front face in the so in the front view you will be able to see the triangular face. Okay, triangular face visible front view completely regular pentagon visible but the base will be visible. Okay, here but അത് ഇങ്ങനെയാണുള്ളത് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു പോസ്റ്റാണ്. ഇത് ട്രയാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ബേസ് കാണുന്നത്. ആ സ്ക്വയർ പിരമിഡിന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വിസിബിൾ ആണ്. സോ ബേസ് ഈസ് വിസിബിൾ മീൻസ് ഓൾ എഡ്ജസ് ഓഫ് ദ ബേസ് ഷുഡ് ബി വിസിബിൾ. ഫോർ റിമൈനിങ് ബേസസ് ഓൾറെഡി ബൗണ്ടഡ് 3 bases are there like BC, CD and DE. Remaining bases like AB and AE are also visible. So mark these two edges also. Okay. Now point A from A to O, longer edge AO will be visible in the front view. You can see that. Okay. നോക്കാം ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന പോയിന്റ് ആണ് ഇത്, മിഡിൽ വരുന്നത് ഫ്രണ്ട് വ്യൂല്. ആ പോയിന്റ് അപ്പേസിലേക്ക് വരുന്ന എഡ്ജ് അത് വിസിബിൾ ആയിരിക്കും, അതാണ് ഇവിടെ മാർക്ക്. Then what will be the visibility of the other two edges? Other two edges means CO and DO, longer edges CO and DO, whether it will be visible or not. Are you able to see the triangular face on which this is resting on VP? കാണുന്നില്ലല്ലോ, ഈ ഒബ്ജക്റ്റ് VP റെസ്റ്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ ആ ട്രയാങ്കുലർ ഫേസിൽ വരുന്ന രണ്ട് എഡ്ജസ് ദാറ്റ്സ് ഓൾസോ നോട്ട് വിസിബിൾ അല്ലേ, ഫ്രണ്ട് വിസിബിൾ അല്ലല്ലോ. സോ യു ക്യാൻ മാർക്ക് ദിസ് ടു എഡ്ജസ് that way. If these are not visible, you have to mark that way. Okay. Now, second question is complete. Okay. Now we have to look into the third condition. No, condition. Next condition on the base edge contained by that face. Contained by that face order. That face means on which face this is resting on VP. Okay. On which face the pentagonal pyramid is resting on VP is OCD. Okay. In that triangular face, what is base edge? Base edge contained by that triangular face. Base edge contained by that triangular face. You can see that CD. CD is the base edge contained by the triangular face. VP rest ചെയ്യുന്ന triangular face വരുന്ന base edge. VP rest ചെയ്യുന്ന OCD ആണെന്നറിയാം, അതിൽ വരുന്ന base edge CD ആണ്. Now this CD is perpendicular to the x-line. Okay, at this position this base edge is perpendicular to the x-line. Perpendicular to the x-line means in the front view, if the
line is perpendicular to the x-line, that means perpendicular to HP. Okay, so in this question, this is perpendicular to HP and you have to make it inclined to HP. How much inclined? 30 degree. 30 degree inclined to HP ആകണം. സോ അത് ഞാൻ പറഞ്ഞു, രണ്ട് ടൈപ്പിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പെക്സ് പോയിന്റിംഗ് ഡൗൺവേർഡ്സ്, അതായത് എക്സ് ലൈനിന്റെ ഡാഷ് താഴേക്ക് നമ്മളോട് ഫേസ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ താഴേക്ക് എന്ന് പറയുമ്പോൾ എച്ച് പിക്ക് നിയർ ആയിട്ട് വരുന്ന തരത്തിൽ, അപ്പെക്സ് എച്ച് പിക്ക് അടുത്ത് വരുന്ന തരത്തിൽ പോയിന്റിംഗ് ഡൗൺവേർഡ്സ് ആയിട്ട് ടിൽറ്റ് ചെയ്യാം, ഓർ പോയിന്റിംഗ് അവേ ഫ്രം ദ എച്ച് പി, മുകളിലേക്ക് വരുന്ന തരത്തിലും നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ പോയിന്റിംഗ് ഡൗൺവേർഡ്സ് ആണ് അത് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാം? ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, അത് പ്രൊപ്പറേറ്റ് ചെയ്യാം. 30 degree angle, I have to draw a line. Okay, 30 degree angle line വരച്ചു. This is 30 degree. Okay, in that line, ഒരു continuous thin line ആണ് വരച്ചത്. In that line, you mark the base edge. Okay, നമ്മുടെ condition പറഞ്ഞ ആ base edge നമ്മൾ അതിൽ റെപ്രസെന്റ്, that is CD. So measure the length of CD and mark it here. Okay. C2 dash and D2 dash. D2 dash. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള പോർഷൻസ് വരാനുള്ളത്? എങ്ങനെയാണ് വരിക? ഇതിന്റെ റിമൈനിങ് പോർഷൻ എങ്ങനെ വരിക? പോയിന്റിംഗ് ഡൗൺവേർഡ്സ് ആയിട്ട് താഴേക്ക് വരാം അല്ലെ? സോ നിങ്ങൾ ശ്രദ്ധിക്കാം, ഞാൻ ഇവിടെ എഡ്ജ് മാറ്റുമ്പോൾ കുറച്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്യും. അതെന്തിനാ അങ്ങനെ മാർക്ക് ചെയ്യാൻ കാരണം, ഞാൻ ഈ എഡ്ജ് കുറച്ച് താഴെ മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ റിമൈനിങ് പോർഷൻ പ്രൊജക്ട് ചെയ്ത് വരുമ്പോഴേക്കും അത് ക്രോസ് ദ എക്സ്പ്ലെയിൻ, എക്സ്പ്ലെയിനെ ക്രോസ് ചെയ്ത് വരാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിനെ ടച്ച് ചെയ്യാം. ദാറ്റ് യു ഹാവ് ടു അവോയ്ഡ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുകളിലായിട്ടാണ് ഈ ബേസ് മാർക്ക് ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പ്ലീറ്റ് വരച്ചപ്പോഴേക്കും എക്സ്പ്ലെയിന് മുകളിലായിട്ട് കിട്ടും. സോ ഇതെങ്ങനെ റീഡ്രോ ചെയ്യാം, ഇതെങ്ങനെ വരക്കാം? ഞാൻ നേരത്തെ പെൻഡിനൊക്കെ രണ്ടുപേർ പറഞ്ഞു ചെയ്താണല്ലോ. ഹൗ വിൽ യു റീഡ്രോ ദിസ്? യു നോ ദാറ്റ് സിഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ലൈൻ വരുന്നത്. ഓക്കെ, ഫ്രം ദിസ് എഡ്ജ് നമുക്ക് ഈ പെർപെൻഡിക്കുലർ ആയി ഒരു ഫസ്റ്റ് ലൈൻ ആണ്. ആ ഫസ്റ്റ് ലൈൻ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റുള്ളൂ. സോ മെഷർ ദിസ് ലൈൻ. ഈ എഡ്ജിന് ഓയിലേക്കുള്ള ലെങ്ത് നോക്കുക, ആ ലെങ്ത് കറക്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. ഓക്കെ, ഇത് വരുന്നത് ഇതിന്റെ കറക്റ്റ് മിഡിലായിട്ടാണ് വരുന്നത്. സോ ആ ലെങ്ത് തന്നെ ഇവിടെ മെഷർ ചെയ്യാം. O2 dash. സെയിം ലൈൻ തന്നെ നമുക്ക് എ മാർക്ക് ചെയ്യാം. ഇതാണ് ലെങ്ത് നോക്കുക, ആ ലെങ്ത് തന്നെ നമുക്ക് മെഷർ ചെയ്ത് എ മാർക്ക്. A2 dash. ആൻഡ് റിമൈനിങ് രണ്ട് എഡ്ജസ് ആണുള്ളത്, E and E. ഇത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈൻ ബി ടു ഈ ലൈൻ, ഈ വരച്ച ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സോ ഈ ലൈന് ഏത് ഡിസ്റ്റൻസിലാണ് വരുന്നത് നമുക്കത് കറക്റ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇതുപോലെ വരച്ചാൽ നമുക്ക് പോയിന്റ് ബി ആൻഡ് E2 dash and D2 dash. Now join these two get the value in the rotated motion. So റീഡ്രോ ചെയ്യുന്ന സമയത്ത് സെയിം സൈസ് സെയിം ഷേപ്പ് ആണ് ഉണ്ടാവുക, ബട്ട് ജസ്റ്റ് ഓറിയന്റേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, now join ഏതാണോ ഇൻവിസിബിൾ അത് തന്നെ ആയിരിക്കും ഈ റോട്ടേറ്റ് ബോക്സിൽ ഇൻവിസിബിൾ ആയിട്ട് വരുന്നത്. അത് അതുപോലെ മാർക്ക് ചെയ്യും. Now from all these rollers project lines in the downward direction and from this second top view also draw lines in the rightward direction towards right. Okay. So ഓരോ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. A2 dash and A1 ഇതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാം. This will be A2
T2 dash and T2 T1 together T2, then C2 dash and C is on the x-line. Okay, C is on the x-line. So here point C will be here T2, and D2 is also on the x-line. So and then D1 okay, is on the x-line. D2 dash and then median D2. Okay. Next E2 dash and E1. Median very question. So this is E2. Next to O. Apex O is on the x-line. O1 and O2 median point x-line to name. So this will be O2. Now join all the points to form the boundary. Okay. So ഈ ബൗണ്ടറി വരയ്ക്കുന്ന നമുക്ക് ഈ B2 നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ വരണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ ബൗണ്ടറി വരയ്ക്കുക കേട്ടോ. ഞാനിപ്പോ വരയ്ക്കുന്ന സമയത്ത് A2 B2 സെയിം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വരച്ചു. ഓക്കെ. സോ ഇതിന്റെ ഫൈനൽ പോർഷൻ നമ്മൾ ബൗണ്ടറി വരച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ വിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ വിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ബേസിന്റെ വിസിബിലിറ്റി നമ്മൾ ഈ ഒരു ഡയറക്ഷനാണ് ഇരിക്കുന്നത്. ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബേസ് വിസിബിൾ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതിനെ ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതായത് ബേസ് മുകളിൽ വരുന്ന തരത്തിൽ. ഇനി ടോപ്പ് എന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ബേസ് വിസിബിൾ ആയിരിക്കും കേട്ടോ. ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കണ്ടീഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇമാജിൻ ഒന്നും ചെയ്യാതെ ഇവിടെ നോക്കാം. Compared to base, apex is away from exponent. അതായത് ഈ ടോപ്പ് വ്യൂ ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് അടുത്തായിട്ടാണ് ബേസ് വരുന്നത് compared to the apex. So base will be visible. Otherwise, base will not be visible. Base exponent അടുത്തായിട്ടാണ് വരുന്നതെങ്കിൽ ടോപ്പ് വ്യൂ ചെയ്യുന്ന സമയത്ത് ബേസ് വിസിബിൾ ആയിരിക്കില്ല. Okay. So here the base will be visible. ബേസിന്റെ റിമൈനിങ് എഡ്ജ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? CB മാത്രമാണ്. All other edges are in the boundary. Okay, AB, BC, CD, E. So ബാക്കിയുള്ള edges ഒക്കെ already boundary ആണ്. Remaining edge കൂടെ thick ആയിട്ട് വരിക because base is visible. Okay. ഇനി നമുക്ക് ഇവിടെ ആകെ ഒരു ലോങ്ങർ എഡ്ജ് മാർക്ക് ചെയ്യാൻ അത് വിസിബിൾ ആയിട്ടില്ല. സോ അത് ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ വരയ്ക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ അതാത് ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി 2 കോളംസ് പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം, ഇതും കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് പീരീഡ് എടുക്കുന്ന ഒരു കോളം വരും. ടോട്ടലി 4 കോളംസ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇത് നാളെയായിട്ട് കംപ്ലീറ്റ്. ഓക്കെ. നമുക്ക് അങ്ങനെ ബ്രേക്കിന് ശേഷം വരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ.